അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് റവയും തേങ്ങയും വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് അപ്പം റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് മാവ് റെഡിയാക്കാം. അതിനായിട്ട് ബ്ലെൻഡറിൻ്റെ ജാർ എടുത്തിട്ട് വലിയ ജാർ തന്നെ എടുക്കുക. അതിലോട്ട് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് വറുത്ത റവ കേട്ടോ. വറുക്കാത്ത റവയും വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യാം. ഞാൻ വറുത്ത റവ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ റവയുടെ പകുതി വേണം നമുക്ക് തേങ്ങ ചിരവിയത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നമ്മൾ ബ്ലെൻഡറിൽ അരച്ചെടുത്തിട്ട് മാവാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഒരു 3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, നമ്മൾ അത് ദോശ അല്ലെങ്കിൽ അപ്പമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളി ചേർക്കുന്നത്. ചെറിയ ഉള്ളിനെ ചേർത്ത് കൊടുക്കുക. ഒരു 3 എണ്ണം ചെറുത് ആണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലോട്ട് ചേർക്കാനുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളമാണ്. വെള്ളം ഞാൻ ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഈ ഒരു മാവ് റെഡിയാക്കാനായി എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ അത്ര ആവശ്യം ഉണ്ടാവില്ല, 1.25 കപ്പൊക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ. അത് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കരിഞ്ജീരകം കൂടി ചേർത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. കരിഞ്ജീരകം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിൻ്റെ പരുവം ഞാൻ കാണിച്ചു തരാം. വല്ലാണ്ട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ഭയങ്കര ലൂസ് ആവാനും പാടില്ല കേട്ടോ. ആ ഒരു മാവ് കോരി ഒഴിക്കുന്ന ഒരു പരുവത്തിൽ തന്നെ വേണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ദോശ അല്ലെങ്കിൽ ഈ ഒരു അപ്പം റെഡിയായി കിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മാവ്. ഇനി നമുക്കൊരു പാന് ചൂടാക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോശച്ചട്ടിയൊക്കെ എടുക്കുക. പിന്നെ കുറച്ച് വലിയ പാനാണെങ്കിൽ നമുക്ക് ഇതൊരു 3 എണ്ണമൊക്കെ ഒരുമിച്ച് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരൊറ്റ തവണ ഒന്നാണ് ഇപ്പോൾ ചുട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ അപ്പങ്ങളാണ് ഉണ്ടാക്കുന്നത്. എണ്ണ തടവിയ ശേഷം ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ചെറിയ ഫ്ലെയിമിലല്ല ഇട്ടത് കുക്ക് ചെയ്യേണ്ടത്. മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു തവി ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 തവിയൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ വലുപ്പത്തിൽ എടുക്കാം. പക്ഷേ ഇതാണ് കാണാനും ഭംഗി, കഴിക്കാനും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇതിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇത് സോഫ്റ്റ്നെസ് കുറച്ച് നേരം ഇരിക്കുന്നുണ്ട്, സോഫ്റ്റായിട്ട്. എന്താ പറയുക, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ തേങ്ങയുടെ ഫ്ലേവറും അതുപോലെ കരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, പിന്നെ ചെറിയ ഉള്ളി അതൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നമുക്ക് വെറുതെ കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പമാണ് കേട്ടോ. റവ മാത്രമാണ് നമ്മൾ ഇതിലോട്ട് മെയിനായിട്ട് ചേർത്തിട്ടുള്ളത്. പാന് നല്ല ചൂടുണ്ടെങ്കിൽ ചൂടുള്ള സമയത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അപ്പമായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളത് കുക്ക് ചെയ്യണം കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. റവ വെച്ചിട്ടുള്ള നല്ലൊരു അപ്പമാണ്. അതുപോലെ തന്നെ മീൻകറി, തലേ ദിവസത്തെ മീൻകറിയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പോൾ മീൻകറി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മീൻകറി ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് കേട്ടോ. മീൻകറിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു അപ്പം. അതുപോലെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചമ്മന്തി ഇല്ലേ, തേങ്ങാ ചമ്മന്തി, അതിൻ്റെ കൂടെയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഇപ്പം സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളല്ലേ, അപ്പോൾ അതിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മീൻകറി ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ മീൻകറിയുടെ കൂടെ അത് സെർവ് ചെയ്യുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചായയുടെ കൂടെയൊക്കെ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വേറെ കറികളൊന്നും ആവശ്യമില്ലാത്തൊരു അപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ഒരു മീൻകറിയുടെ റെസിപ്പി ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ പിന്നീട് കമൻറ്റായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.